ഗ്യാൻപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സങ്കട്ട് ദാസ് എന്നു പേരുള്ള ഒരു മരം വെട്ടുകാരൻ അവന്റെ ഭാര്യ ഗീതയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു. സങ്കട്ട് ദാസിന് വളരെയധികം വയസ്സായിരുന്നു. പക്ഷെ അവന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ നദിയുടെ തീരത്തുള്ള കാട്ടിൽ മരം വെട്ടാനായി പോകുമായിരുന്നു. ആ തടി വിറ്റിട്ട് സങ്കട്ട് ദാസിന് കിട്ടുന്ന വളരെ കുറച്ച് കാശിൽ അവരുടെ ജീവിതം നടക്കുമായിരുന്നു. ആ നദിയിൽ മത്സ്യത്തൊഴിലാളികളും മത്സ്യം പിടിക്കാനായി വരുമായിരുന്നു. ഒരു ദിവസം സങ്കട്ട് ദാസ് അവിടെ കണ്ടു, ആ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വലയിൽ ഒരു മത്സ്യകന്യകയെ പിടിച്ചുവെന്ന്. എന്നെ വിടൂ, ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യയാണ്. എനിക്ക് കാലിന് പകരം വാലുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നിന്നെ തീർച്ചയായും വിടില്ല. നിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ ഞങ്ങൾക്ക് ഒരുപാട് കാശുണ്ടാക്കാം. മത്സ്യത്തൊഴിലാളികൾ ആ കന്യകയുടെ തലയിൽ അടിച്ച് അവളെ ബോധം കെടുത്തി. എന്നിട്ട് ആ മത്സ്യകന്യകയെ അവിടെ തന്നെ കിടത്തിയിട്ട് അവര് കഴിക്കാനായി പോയി. സങ്കട്ട് ദാസ് ഇതൊക്കെ കാണുകയായിരുന്നു. സങ്കട്ട് ദാസിന് മത്സ്യകന്യകയെ കണ്ട് ദയ തോന്നി. അവൻ ആരും കാണാതെ ആ മത്സ്യകന്യകയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് മത്സ്യകന്യകയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. ബോധം തെളിഞ്ഞതും മത്സ്യകന്യക നിലവിളിക്കാൻ തുടങ്ങി. എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ, എന്നെ ഒന്നും ചെയ്യല്ലേ. പേടിക്കണ്ട, ഞാൻ മീൻപിടുത്തക്കാരനല്ല. എന്റെ പേര് സങ്കട്ട് ദാസ് എന്നാണ്. ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്. സങ്കട്ട് ദാസ് കോടാലി വെച്ച് ആ വല വെട്ടി. ഞാൻ നിങ്ങളുടെ ഈ സഹായം ഒരിക്കലും മറക്കില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ വെറും മനുഷ്യത്വം കാരണമാണ് നിങ്ങളെ സഹായിച്ചത്. ഇത്ര പറഞ്ഞിട്ട് സങ്കട്ട് ദാസ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലേക്ക് എത്തിയപ്പോ സങ്കട്ട് ദാസ് കാണുന്നത് അവന്റെ ഭാര്യ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവര് ഭക്ഷണവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തു പറ്റി ഗീത, ഇന്നെന്തങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? എല്ലാ ദിവസവും നീ എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാറില്ലേ? ഇന്നെന്താണ് നീ ഒന്നും പാചകം ചെയ്യാത്തത്? വീട്ടിൽ ഒരു മണി ധാന്യം പോലും ഇല്ല. ഇന്ന് സർപ്പഞ്ചാണെങ്കിൽ നാട്ടില് ചെണ്ടയടിച്ചിത് ഘോഷണം ചെയ്തു. ഇനി തൊട്ട് ആരും തന്നെ കാട്ടിന്ന് മരം മുറിക്കാൻ പാടില്ലെന്ന്. അല്ല, മരം മുറിക്കുന്നത് സർക്കാർ നിരോധിച്ചിട്ടുള്ളതാണോ? അതുകൊണ്ടാ ഞാൻ കരയുന്നത്. നമ്മളുടെ അടുത്താണെങ്കിൽ മരം വെട്ടി വിൽക്കുകയല്ലാതെ മറ്റൊരു വരുമാന മാർഗവുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ ആൺകുട്ടികളും ഇല്ല. നമുക്ക് വേണ്ടി നഗരത്തിൽ പോയി കാശ് കൊണ്ടുവരാനായി. വിഷമിക്കണ്ട, ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്നല്ലേ? ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും. ഇന്ന് തടിയെല്ലാം അയച്ചപ്പോൾ 100 രൂപ കിട്ടി. വരൂ, നമുക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. മാർക്കറ്റിൽ പോയി വീട്ടു സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. സങ്കട്ട് ദാസും ഗീതയും ധാബയിലേക്ക് കഴിക്കാനായി ചെന്നു. ആ നാട്ടിൽ ഒരു ധാബയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഷേരയും ഹാത്തി എന്ന സഹോദരങ്ങളാ നടത്തിക്കൊണ്ടിരുന്നത്. ഷേർ ചേട്ടാ, ഞങ്ങൾക്കായിട്ട് ഒരു സാധാരണ പ്ലേറ്റ് ഭക്ഷണം കൊണ്ടുവരൂ. ശരി, കൊണ്ടുവരാം. അരമണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അരമണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അവരുടെ ഭക്ഷണം എത്തിയില്ല. ഷേർ ചേട്ടാ, ഞങ്ങളുടെ ഭക്ഷണം ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ പിന്നെയും എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾ ഈ തിരക്കൊന്നും കാണുന്നില്ലേ? പക്ഷേ നിങ്ങളല്ലേ പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണം വരുമെന്ന്. നമ്മൾ ഇനി ഒരിക്കലും ഈ ധാബയിൽ ഭക്ഷണം കഴിക്കാനായി വരില്ല. ഗീത വീട്ടിൽ ചെന്നിട്ട് സങ്കട്ട് ദാസിനോട് പറഞ്ഞു, നമ്മളുടെ നാട്ടിൽ ഒരു ധാബയെ ഉള്ളൂ. അതിലാണെങ്കിൽ എപ്പോഴും തള്ളാണ്. അവിടുത്തെ ഭക്ഷണവും ഒട്ടും നല്ലതല്ല. നമുക്ക് നമ്മളുടെ തന്നെ ഒരു ധാബ തുറന്നാലോ? നമ്മളുടെ ധാബ നന്നായി നടന്നാ നമുക്ക് നല്ല വരുമാനവും കിട്ടും. ഈ കാര്യം എനിക്കും തോന്നിയിരുന്നു. ഞാൻ എന്റെ സ്വർണവള പണയം വെച്ചേക്കാം. അങ്ങനെ ചെയ്താൽ നമുക്ക് വാടക കൊടുക്കാൻ പറ്റുമല്ലേ? സങ്കട്ട് ദാസും ഗീതയും ഷേരയുടെയും ഹാത്തിയുടെയും ധാബയുടെ അടുത്ത് തന്നെ ഒരു കട വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് അവരെ ധാബ അവിടെ തുടങ്ങി. സങ്കട്ട് ദാസ് ചേട്ടാ, ഒരു ഊണിന് എത്ര രൂപയാ? 50 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങ് ഇരുന്നോളൂ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാം. സങ്കട്ട് ദാസിന്റെയും ഗീതയുടെ സ്നേഹവും പിന്നെ നല്ല സ്വാദുള്ള ആഹാരം കാരണം അവരുടെ ധാബയിൽ മെല്ലെ മെല്ലെ ആൾക്കാരുടെ സംഖ്യ കൂടി. മറ്റൊരു വശത്ത് ഷേരയുടെയും ഹാത്തിയുടെ ധാബ ഖാലിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദിവസത്തിൽ തന്നെ ഷേരയും ഹാത്തി സഹോദരങ്ങളുടെ ജോലിയും കൂലിയും നിന്നു. ഷേര സഹോദര, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നമ്മുടെ കട ഉടൻ തന്നെ പൂട്ടിപ്പോവും. വെറും 2 മാസത്തിനുള്ളിൽ നമ്മുടെ വരുമാനം പകുതിയിൽ താഴെയായി കുറഞ്ഞു. നമുക്ക് ഈ സങ്കട്ട് ദാസിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്.
ഷേരയ്ക്ക് സങ്കട്ട് ദാസിനെ ചെറുപ്പം തൊട്ടേ അറിയാം. അവന് അറിയാമായിരുന്നു സങ്കട്ട് ദാസിന് നീന്താൻ അറിയില്ല എന്ന്. ഒരു ദിവസം രാത്രി ഷേരയും ഹാത്തിയും സങ്കട്ട് ദാസിന്റെ അടുത്തെത്തി. അവര് സങ്കട്ട് ദാസിന്റെ മുഖം ഒരു തുണി വെച്ച് മൂടി. എന്നിട്ട് അവർ സങ്കട്ട് ദാസിനെ ഒരു തോണിയിലിരുത്തി നദിയിലെ നടുക്ക് കൊണ്ടുപോയി എറിഞ്ഞു. കുറച്ചു നേരത്തിൽ തന്നെ സങ്കട്ട് ദാസ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സങ്കട്ട് ദാസിന്റെ കണ്ണു തുറന്നു. അപ്പോൾ അയാൾ അറിഞ്ഞു അയാൾ വെള്ളത്തിന്റെ ഉള്ളിലാണെന്ന്. സങ്കട്ട് ദാസ് ഒരിക്കൽ സഹായിച്ച അതേ മത്സ്യകന്യക സങ്കട്ട് ദാസിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞാനിതെങ്ങനെ രക്ഷപ്പെട്ടു? കുറച്ച് ആക്രമികൾ എന്റെ മുഖം മൂടിക്കെട്ടി എന്നെ നദിയിലേക്ക് തള്ളിയിട്ടു. ഞാനാ നിന്നെ രക്ഷിച്ചേ. പക്ഷേ ഞാൻ ഈ വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? കാരണം ഞാൻ നിനക്കൊരു ജാലവിദ്യയുള്ള ഗുളിക തന്നു. മത്സ്യകന്യക സങ്കട്ട് ദാസിന് ഒരു കലം കൊടുക്കും. നീ എപ്പോഴൊക്കെ ഈ കലത്തിൽ കൈയിടുമോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഗുളിക വരും. ആ ഗുളിക കഴിച്ചതിന് ശേഷം ആർക്കു വേണമെങ്കിലും വെള്ളത്തിനുള്ളിൽ ശ്വാസം വലിക്കാം. പക്ഷെ ഓർക്കുക, ഈ ഗുളിയുടെ ശക്തി വെറും 12 മണിക്കൂർ വരെ ഉള്ളൂ. ഞാൻ ഈ കലം നിനക്ക് എന്റെ സമ്മാനമായി തരികയാണ്. നിനക്കിത് കൊണ്ടുപോകാം. സങ്കട്ട് ദാസ് ആ കലവും കൊണ്ട് അവന്റെ വീട്ടിലെത്തി. അവൻ ആ കലത്തിനെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അവന്റെ ഢാബയിൽ ജോലി ചെയ്യാനായി ചെന്നു. ഷേരയും ഹാത്തിയും അവനെ കണ്ടതും ഞെട്ടിപ്പോയി. സഹോദര, ഈ സങ്കട്ട് ദാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെ തിരിച്ചെത്തി? അവനതൊക്കെ സഹിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സഹോദര, ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, ഇത്തവണ ഞാൻ ശങ്കർദാസിനെ എവിടെയും വിടില്ല. ഷേര നാട്ടിലെ സർപഞ്ചിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ സർപഞ്ചിനോട് പറഞ്ഞു, സർപഞ്ച് ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? സർപഞ്ച് ചേട്ടാ, ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഇത് നിങ്ങൾ പറയണം. ആരും സങ്കട്ട് ദാസിന് അവരുടെ കടകൾ വാടകയ്ക്ക് കൊടുക്കരുതെന്ന്. ഈ സങ്കട്ട് ദാസ് കാരണം എന്റെ ബിസിനസ്സാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. സങ്കട്ട് ദാസ് ധാബ നടത്തിക്കൊണ്ടിരുന്ന കടയിലെ ആ മുതലാളി സങ്കട്ട് ദാസിനോട് കട കാലിയാക്കാനായി പറഞ്ഞു. ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ പറ്റിയേ? നമ്മള് സമയാസമയം വാടകയും കൊടുക്കണുണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തിനാ നമ്മളെ കടയിൽ നിന്ന് പുറത്താക്കിയേ? സാരമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും കട വാടകയ്ക്ക് ചോദിക്കട്ടെ. സങ്കട്ട് ദാസ് വിഷമിച്ചോണ്ട് നദിയുടെ തീരത്ത് ചെന്നു. അപ്പോ സങ്കട്ട് ദാസിന് കലം കൊടുത്ത അതേ മത്സ്യകന്യക നദിയിൽ നിന്ന് പുറത്തു വന്നു. എന്തു പറ്റി സങ്കട്ട് ദാസ്? നീ എന്താ ഇന്ന് വിഷമിച്ചിരിക്കുന്നേ? ഗ്രാമത്തിലുള്ള ഒരാൾ പോലും എനിക്ക് കട വാടകയ്ക്ക് തരാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല, എനിക്കെന്റെ വീട്ടിൽ ഒരു കട തുടങ്ങാൻ കഴിയില്ല. കാരണം എന്റെ വീട് പ്രധാന റോഡിന്റെ അരികിലല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ ആരും വരില്ല. സങ്കട്ട് ദാസ് മത്സ്യകന്യകയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ നദിയുടെ താഴെ പാതാളത്തിൽ ഒരു ഢാബ തുറന്നു. ആ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. പക്ഷേ വെള്ളത്തിൽ ഞാൻ എങ്ങനെയാ തീ കത്തിക്കുക? മാത്രമല്ല, ആളുകൾ എങ്ങനെ ശ്വാസം എടുക്കും? വിഷമിക്കണ്ട, പാതാളത്തിലും തീ കത്തിക്കാൻ പറ്റും. ഞങ്ങളും അവിടെ തന്നെയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കണേ. പിന്നെ വെള്ളത്തിൽ ശ്വാസം വലിക്കുന്നത് നീ ഓർത്ത് നോക്ക്. ഞാൻ നിനക്കൊരു കലം തന്നായിരുന്നു. അതിൽ ജാലവിദ്യയുള്ള ഗുളികയുണ്ട്. അതെ, അതിനെക്കുറിച്ച് ഞാൻ മറന്നുപോയി. സങ്കട്ട് ദാസ് നദിയുടെ താഴെ പാതാളത്തിൽ ഒരു ഢാബ തുറന്നു. എന്നിട്ട് നാട്ടിലെ എല്ലാ സ്ഥലത്തും ബാനർ വെച്ചു. നാട്ടിലെ ആൾക്കാർ പാതാളത്തിലുള്ള ഢാബ കാണാനായി വളരെ ജിജ്ഞാസരായിരുന്നു. അവരെല്ലാരും നദിയുടെ തീരത്തെത്തി. സങ്കട്ട് ദാസ് എല്ലാവർക്കും കലത്തിന്നെടുത്ത് ഓരോ ഗുളിക കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ, ഈ ഗുളികയുടെ പ്രഭാവം 12 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ട് 12 മണിക്കൂറായാൽ ഉടൻ തന്നെ നിങ്ങൾ വെള്ളത്തിന് മുകളിലേക്ക് വരണം. ആൾക്കാര് നദിയുടെ താഴെ പോയിട്ട് പാതാളത്തിലുള്ള സങ്കട്ട് ദാസിന്റെ ഢാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പാതാളത്തിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്തു. സങ്കട്ട് ദാസ് നദിയുടെ തീരത്ത് ഒരു ജോലിക്കാരനെയും നിർത്തി. എന്നിട്ട് അവൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വരുന്നവർ പാത്രത്തിൽ നിന്നും ഒരു ഗുളിക എടുത്ത് കഴിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് സങ്കട്ട് ദാസ് ഢാബയിലേക്ക് ജോലി ചെയ്യാനായി പോയി. മറ്റൊരു വശത്ത് ഷേര ദേഷ്യത്തിൽ തിളയ്ക്കുകയായിരുന്നു. പാതാള ലോകത്തിലെ കട, സങ്കട്ട് ദാസ് ഇത് നല്ല ചതിയാണല്ലോ ചെയ്തത്. നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടേക്കാ പോകുന്നത്. കൂടാതെ മറ്റുള്ള ഗ്രാമത്തിലുള്ളവരെല്ലാം പാതാള ലോകത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ടത് നമ്മോട് വന്ന് പറയുന്നു, നമ്മുടെ കടയിൽ എപ്പോഴും നിശബ്ദത മാത്രം.
സഹോദര, ഞാനും സങ്കട്ദാസിന്റെ കടയിലേക്ക് പോയിട്ടുണ്ട്. പാതാള ലോകം കാണാൻ വളരെ സുന്ദരമാണ്. വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളെയും അവിടെ കാണാൻ പറ്റും. മിണ്ടരുത്. സങ്കട്ദാസിന്റെ കട ഈ ഗ്രാമത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാമത്തിന് പുറത്തുപോയി വേറെ എവിടെയെങ്കിലും കട തുടങ്ങേണ്ടി വരും. ഷീര ഒരിക്കൽ കൂടെ നാട്ടിലെ സർപ്പഞ്ചിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, സർപ്പഞ്ച് ചേട്ടാ, അങ്ങ് സങ്കട്ദാസിന്റെ കട നദിയിൽ നിന്ന് മാറ്റിത്തരണം. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടത്തിലാണ്. എന്നോട് ക്ഷമിക്കൂ ഷേറ. എനിക്കിനി ശങ്കർദാസിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ശങ്കർദാസിന്റെ കട കാരണം വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിന് നല്ല പേര് ലഭിച്ചു. മാത്രമല്ല, വിനോദസഞ്ചാരികൾ കാരണം ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇത്തവണ ഞാൻ നിന്നെ എന്തായാലും സഹായിക്കില്ല. ഷീര അവന്റെ വീട്ടിൽ ചെന്ന് ഹാഥിനോട് പറഞ്ഞു, സർപ്പഞ്ച് ചേട്ടൻ നമ്മളെ സഹായിക്കില്ലെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും സഹോദര? ഷേരയും ഹാഥിയും ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അവിടെ ധാബ തുറന്നു. ഇപ്പോ പാതാളത്തിലുള്ള ഗീതയുടെയും സങ്കട്ദാസിന്റെയും ധാബ നന്നായി നടന്നു. രാജൻ അവന്റെ വീട്ടിൽ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ വീട്ടിന്റെ കതക് ആരോ കൊട്ടാൻ തുടങ്ങി. രാജന്റെ ഭാര്യ നന്ദ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. രാജൻ എണീച്ച് കതക് തുറന്നു നോക്കി. രാജന്റെ മുമ്പിൽ നാട്ടിലെ പ്രമാണി സമ്പത്ത് റായ് നിൽക്കുകയായിരുന്നു. സമ്പത്ത് റായ് രാജനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കാഴ്ചയിൽ നീ ഭയങ്കര നിഷ്കളങ്കനാണെന്നേ തോന്നൂ രാജൻ. പക്ഷെ ഉള്ളുകൊണ്ട് നീ ഇത്ര മോശപ്പെട്ട ആളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? മറന്നോ? ഇന്നായിരുന്നു എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിരുന്നത്. എനിക്കറിയാം സമ്പത്ജി, ഞാൻ നിങ്ങൾക്ക് പൈസ തരാനുള്ള ദിവസം. പക്ഷേ ഈ ദിവസം കഴിയാൻ ഇനി 6 മണിക്കൂറോടെ ബാക്കിയില്ലേ? വൈകിട്ട് വരെ ഒന്ന് ക്ഷമിച്ചുകൂടെ? ഇല്ല, എനിക്ക് വൈകുന്നേരം വരെ ഒന്നും ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ പൈസ ഇപ്പോൾ കിട്ടണം. നോക്കൂ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. അങ്ങേക്ക് അറിയാവുന്നതല്ലേ സമ്പത്ജി, എനിക്ക് നഗരത്തിൽ ഒരു വലിയ ബിസിനസ് ഉണ്ടായിരുന്ന കാര്യം. ആ ബിസിനസ് നഷ്ടത്തിലായെ തുടർന്ന് എനിക്ക് എൻ്റെ വീടും നാടും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അവസാനം എനിക്ക് ഈ ഗ്രാമത്തിൽ വന്ന് താമസിക്കേണ്ട വന്നു. അങ്ങേക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്നതല്ലേ? മതി നിർത്ത്. നിന്റെ ഈ കഥ കേട്ട് എനിക്ക് ശരിക്കും മടുത്തു തുടങ്ങി. നിന്റെ ബിസിനസ് നഷ്ടമായെന്ന് കരുതി നീ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? 3 മാസത്തേക്കെന്നാ നീ കടം വാങ്ങിയപ്പോ എന്നോട് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ 5 മാസം കഴിഞ്ഞു. അങ്ങ് വിഷമിക്കാതെ സമ്പത്ജി, ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എവിടുന്നെങ്കിലും പണം സംഘടിപ്പിക്കാൻ പറ്റുമെന്ന്. എൻ്റെ കയ്യിൽ കിട്ടിയാലുടൻ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എത്തിക്കാം. രാജൻ പറഞ്ഞത് കേട്ട് സമ്പത്ത് റായ് അവനെ ദേഷ്യത്തിൽ ഒരുപാട് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. രാജൻ അവന്റെ കണ്ണു നിറഞ്ഞുകൊണ്ട് ആ കട്ടിലിൽ തന്നെ ഇരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ നന്ദ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അയാളോട് കള്ളം പറഞ്ഞ് നമ്മുടെ അടുത്ത് കാശ് വന്നേക്കുമെന്ന്? വൈകുന്നേരത്തിനുള്ളിൽ കാശ് എങ്ങനെ വരാനാ നിങ്ങളുടെ അടുത്ത്? ഞാൻ എൻ്റെ ഫ്രണ്ട് നിതിനോട് പറഞ്ഞിരുന്നു, ഇന്ന് അവൻ എനിക്ക് എന്തായാലും പൈസ തരും. എത്ര നാൾ സ്വയം ഇങ്ങനെ സമാധാനിച്ചുകൊണ്ടിരിക്കും? മോശ സമയത്ത് ആരും തന്നെ ആരുടെയും കൂടെ ഉണ്ടാവില്ല. എങ്കിൽ നീ തന്നെ പറയുന്നെന്താ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കാരണം വിവാഹത്തിന് ശേഷം നിന്റെ പഠനവും നിന്നു. എന്റെ ബിസിനസ് നശിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇന്നൊരു വലിയ സയന്റിസ്റ്റ് ആകേണ്ടതല്ലേ? വിഷമിക്കണ്ട, ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രൈവറ്റ് പ്രോജക്റ്റ് നല്ല മനസ്സിരുത്തി ചെയ്യണുണ്ട്. ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്ത് പ്രോജക്റ്റിനെ കുറിച്ചാണ് നീ പറയുന്നേ? നീ ഈ പ്രോജക്റ്റ് പറയാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. നിനക്ക് നിന്റെ നഗരത്തിലുള്ളവരെ പറ്റിക്കാം, പക്ഷേ ഈ ഗ്രാമത്തിലുള്ളവരെ പറ്റിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞാൻ നദിയിൽ ചാടി ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. രാജൻ കണ്ണു നിറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. എന്നിട്ട് ദിവസം മൊത്തം അവന്റെ കൂട്ടുകാരനെ കാത്തുകൊണ്ടിരുന്നു. പക്ഷെ നിതിൻ അവിടെ വന്നില്ല. നന്ദയ്ക്ക് അറിയാമായിരുന്നു നിതിൻ രാജനെ വെറുതെ പറ്റിക്കുകയാണെന്ന്. ശരിക്കും നന്ദ കല്യാണത്തിന് മുമ്പ് സയന്റിസ്റ്റ് ആവാൻ പഠിക്കുകയായിരുന്നു. അവള് സയന്റിസ്റ്റ് ആകാനായിട്ട് നന്നായി മനസ്സിരുത്തി പഠിക്കുകയായിരുന്നു. പഠിക്കുന്ന ഇടയിലാണ് നന്ദയും രാജന്റെയും വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം രാജൻ നന്ദയോട് പഠിക്കാൻ പറഞ്ഞായിരുന്നു. നന്ദ സന്തോഷിച്ചു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. പെട്ടെന്ന് രാജന്റെ ബിസിനസ് നഷ്ടത്തിലായി. നഗരത്തില് അവന് ഒരുപാട് കടവുമായി. രാജന് രാഖ്യരാമാനം നഗരം വിട്ട് നാട്ടിൽ വന്ന് ജീവിക്കേണ്ടി വന്നു. അവിടെയായിരുന്നു അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത്. വീട്ടുപണിയൊക്കെ കഴിഞ്ഞിട്ട് നന്ദ അവളുടെ പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങി.
നന്ദ ഒരുപാട് വർഷങ്ങളായി ഒരു റോബോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. നന്ദ അവളുടെ പ്രോജക്റ്റിൽ ബിസി ആയിരുന്നപ്പോ സമ്പത്ത് അവന്റെ കൂട്ടുകാരൻ ഭീമയ്ക്കൊപ്പം വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. രാജൻ എവിടെയാ? അദ്ദേഹം ഉച്ച മുതൽ വീട്ടിലേക്ക് വന്നിട്ടില്ല. അവൻ വരികയാണെങ്കിൽ പറഞ്ഞേക്ക് സമ്പത്ത് കാശ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നെന്ന്. ഇവിടെ നിങ്ങൾ എന്തായി നിർമ്മിക്കുന്നേ? ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അത് മനുഷ്യന്മാരെ പോലെ തന്നെ പ്രവർത്തിക്കും. നന്ദ പറയണ കേട്ടിട്ട് ആ പ്രമാണി അവന്റെ കൂട്ടുകാരനൊപ്പം മോശമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ഇതിനെ ഏതെങ്കിലും ബംഗ്ലാവിലേക്ക് ജോലിക്ക് അയക്ക്, എന്നിട്ട് എനിക്ക് കാശിതാ. സേട്ട് പറഞ്ഞു വളരെ ശരിയാണ്. നിങ്ങൾ ഇതിനെ എവിടോട്ടെങ്കിലും ജോലിക്ക് അയക്കൂ. വല്ല പാത്രം കഴുകുന്ന ജോലി ആയാലും മതി. കടവും വീട്ടാം, നിങ്ങൾക്ക് കുറച്ച് പൈസയും എടുക്കാം. സമ്പത്തും ഭീമയും നന്ദയെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നന്ദയ്ക്ക് അവര് പറഞ്ഞത് മനസ്സിൽ കൊണ്ടു. നന്ദ വളരെ ദേഷ്യത്തിൽ ആ റോബോട്ടിനെ എടുത്ത് നിലത്തടിച്ചിട്ട് ദേഷ്യത്തിൽ പറഞ്ഞു, സമ്പത്തും ഭീമയും ശരിയാ പറഞ്ഞത്. ഇതിന് നല്ലത് ഞാൻ അവരുടെ വീട്ടിൽ പാത്രം കഴുകാൻ പോകുന്നതാണ്. അങ്ങനെയെങ്കിലും എനിക്ക് കാശ് കിട്ടും. നന്ദ ഇത്ര പറഞ്ഞതും അവളുടെ കാതിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. നന്ദ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അപ്പൊ അവള് കണ്ടു ശബ്ദം മറ്റെങ്ങുന്നുമല്ല, റോബോട്ടിൽ നിന്നാണ് വരുന്നത്. അവള് നോക്കിയപ്പോ റോബോട്ടിന്റെ കണ്ണിൽ കണ്ണുനീരാണ്. ഞാൻ ഇതെന്താ കാണുന്നത്? ഇതെന്റെ കണ്ണിലെ ഭ്രമമൊന്നുമല്ലല്ലോ. അപ്പോൾ ആ റോബോട്ട് നന്ദേനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല അമ്മ, ഇത് നിന്റെ കണ്ണിലെ ഭ്രമമല്ല, ഇത് സത്യമാണ്. എന്നെ ഇത്ര വേഗത്തിൽ നിലത്ത് അടിച്ചുകൊണ്ട് എൻ്റെ ശരീരമൊക്കെ വേദന എടുക്കുകയാണ്. നന്ദ ആശ്ചര്യത്തോടെ അവളുടെ ഈ പ്രയോഗത്തിനെ വിസ്മയത്തോടെ നോക്കാൻ തുടങ്ങി. നന്ദയ്ക്കറിയത്തില്ലായിരുന്നു അവളുടെ ഭർത്താവ് രാജനും ഈ ദൃശ്യം കാണുകയാണെന്ന്. നിന്റെ ആഗ്രഹം സാധിച്ചു നന്ദ. ഇത് ശരിക്കും മനുഷ്യനെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന്, ഞാൻ ഈ പ്രയോഗത്തിൽ വിജയിക്കുമെന്ന്. കാരണം നിങ്ങൾ തന്നെയാ എന്നെ ഉണ്ടാക്കിയത് അമ്മ. സമ്പത്തും കാളിയെ അമ്മേനെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് വളരെ ദേഷ്യം വരികയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ നിലത്തിട്ടതും എനിക്ക് എൻ്റെ ശരീരത്തിൽ ജീവൻ വരണ പോലെ തോന്നി. ഇപ്പോ എനിക്ക് സ്വയം നല്ല ബലമുള്ളതായി തോന്നുന്നു. എനിക്ക് മനുഷ്യന്മാരെ പോലെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും പറ്റും. എനിക്ക് നീ പറയണതിൽ വിശ്വാസമുണ്ട് മോനെ. നിന്റെ കണ്ണിലെ കണ്ണുനീർ പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ മനുഷ്യന്മാരെ പോലെ വികാരമുണ്ടെന്ന്. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഇപ്പോ വന്നല്ലോ. ഞാൻ അച്ഛൻ്റെ ജോലിയിൽ സഹായിക്കും. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. എനിക്ക് ഒഴുക്കാനും പറ്റും. എനിക്ക് കൃഷി ചെയ്യാനും പറ്റും. ബിസിനസ്സും ചെയ്യാൻ പറ്റും. രാജൻ നന്ദേനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെങ്ങനെയാ സാധിക്കുക? പറ്റും രാജൻ, തീർച്ചയായിട്ടും നടക്കും. ഞാൻ ഇതിന്റെ തലയില് ലൈബ്രറിയിലെ 100,000 പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ തലയിൽ അറിവിന്റെ ഭണ്ഡാരമാണ്. അന്ന് തൊട്ട് നന്ദയുടെ റോബോട്ട് മകൻ മറ്റുള്ളവരുടെ പറമ്പിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ആ റോബോട്ട് ദിവസത്തിലെ മൊത്തം ജോലി 1 മണിക്കൂറിൽ തീർക്കാൻ തുടങ്ങി. നോക്കിയിരിക്കെ തന്നെ രാജന്റെ അടുത്ത് ഒരുപാട് കാശായി. കുറച്ച് ദിവസത്തിൽ തന്നെ അവൻ സമ്പത്തിന്റെ കടം വീട്ടി. എന്നിട്ട് അവൻ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ചിന്തിച്ചു. പക്ഷെ ഈ കാര്യം സമ്പത്തിന് ഒട്ടും ഇഷ്ടമായില്ല. സമ്പത്ത് ഒരു ദിവസം ഭീമേനോട് പറഞ്ഞു, രാജന്റെ അച്ഛൻ എന്നെക്കാട്ടിലും ഒരുപാട് വിജയിച്ച ആളാണ്. എനിക്ക് അയാളുടെ മുന്നിലെത്താൻ സാധിച്ചില്ല. പക്ഷേ അയാളുടെ മകനെ ഞാൻ അപമാനിച്ച് പിന്നിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവന്റെ ഭാര്യ മിടുക്കിയാണ്. അതിലും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാമോ സേഠ്ജി? ആ റോബോട്ട് 50 പേരുടെ ജോലി പെട്ടെന്ന് തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്കുണ്ടാവുന്നത്. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ റോബോട്ട് എന്ന് പറയുന്നത് വെറുമൊരു ലോഹം കൊണ്ടുണ്ടാക്കിയ സാധനമല്ലേ. കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അതിനെ ഒന്ന് അടിച്ചു പൊട്ടിക്കാം. നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട് ഭീമ. എനിക്കെന്റെ കണ്ണുകൊണ്ട് ആ റോബോട്ട് പൊട്ടിത്തകരുന്നത് ഒന്ന് കാണണം. അടുത്ത ദിവസം രാത്രി ഭീമ സമ്പത്തിനെയും കുറച്ച് ആൾക്കാരെയും വിളിച്ചോണ്ട് രാജന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പെട്ടെന്ന് കുറച്ച് കമ്പും തടിക്കഷ്ണങ്ങളും വെച്ച് റോബോട്ടിനെ അടിക്കാൻ തുടങ്ങി.
പെട്ടെന്നുള്ള അടി കാരണം റോബോട്ട് അവിടെ വീണു. അപ്പോൾ അവിടെ നന്ദയും രാജനും ഓടിയെത്തി. ഇത് നിങ്ങൾ എന്തായി പറയണേ? എന്താന്ന് നിനക്ക് കാണാമല്ലേ? ഞങ്ങളോട് ക്ഷമിക്കുന്ന എന്താ? ഞങ്ങൾക്കിതല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളുടെ ഈ റോബോട്ട് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ തുടർന്നാൽ ഞങ്ങൾ ഈ പാവപ്പെട്ടവരും നിരാലംബരുമായവർ നിങ്ങളുടെ അടിമയാകേണ്ടി വരും. എന്റെ മകനെ വെറുതെ വിടൂ. രാജ, ഇത് ലോഹം കൊണ്ടുണ്ടാക്കിയ വെറും ഒരു വസ്തുവാണ്, നിന്റെ മകനല്ല. ഇരുമ്പിന്റെ കഷ്ണം നിങ്ങൾക്കായിരിക്കും, പക്ഷേ ഇത് എനിക്ക് എന്റെ മനസ്സിന്റെ കഷ്ണമാണ്. പെട്ടെന്ന് റോബോട്ടിന്റെ ഉള്ളിൽ വൈദ്യുതി പോലത്തെ ശക്തി വന്നു. എന്നിട്ട് അവൻ എണീച്ചിട്ട് സമ്പത്തിനെയും ഭീമേനെ കാറ്റിൽ പറത്താൻ തുടങ്ങി. അവർ രണ്ടുപേരും മുഖമടിച്ചു വീണു. എന്നിട്ട് പേടിച്ചിട്ട് നിലവിളിക്കാൻ തുടങ്ങി. സേഠ്ജി, ഈ റോബോട്ടിന് നമ്മളെക്കാൾ വലിയ ശക്തിയാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് ഭീമ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കാം. അവർ രണ്ടുപേരും പേടിച്ച് അന്ന് രാത്രി തന്നെ അവിടെ ഓടിപ്പോയി. നോക്കിയിരിക്കെ തന്നെ നന്ദയുടെ റോബോട്ട് മകൻ ലോകം മൊത്തം പ്രസിദ്ധനായി.